BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച വിവിധ DMK പാർട്ടി സമിതികൾ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗീയത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും പാർട്ടി അകന്നുപോയെന്നാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വലിയ തിരിച്ചടിയായതെന്ന് സമിതികൾ വിലയിരുത്തുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഏകാധിപതികളായി മാറിയെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. അണികൾക്ക് പാർട്ടിയിൽ പുല്ലുവില മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഇത് പാർട്ടിക്കായി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുന്നതിൽ നിന്ന് പ്രവർത്തകരെ പിന്നോട്ടടിച്ചു. ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം സർക്കാർ ഉദ്യോഗസ്ഥരുമായി തീരുമാനങ്ങൾക്കാണ് പാർട്ടി ഭരണത്തിൽ പ്രാധാന്യം നൽകിയത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ നിയോഗിച്ച പ്രൊഫഷണൽ ഏജൻസികളുടെ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിച്ചതും വിനയായെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണുന്നു. DMK നിയോഗിച്ച വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് ഏജൻസികൾ പരസ്പര വിരുദ്ധവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇത് കൃത്യമായ തന്ത്രത്തോട് മുന്നോട്ടു പോകാൻ പാർട്ടിയെ അനുവദിച്ചില്ല. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അവർക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നുണ്ടെന്നും പാർട്ടി വൃത്തങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ നേതൃത്വം ഇത് ഗൗരവത്തിലെടുക്കാതെ തള്ളിക്കളഞ്ഞു. മുന്നണിയിലെ സഖ്യകക്ഷികൾക്കിടയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളും നിസ്സഹകരണവും വോട്ടുകൾ ചോരുന്നതിന് കനത്ത പരാജയത്തിലേക്കും വഴി തെളിയിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേരളത്തിലെ LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPMന്റെ അതേ അവസ്ഥ തന്നെയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKക്കും സംഭവിച്ചത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നേതാക്കൾക്കടക്കമുള്ള അതൃപ്തി കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. കണ്ടെത്തിയ പിഴവുകൾ സംഘടനാ വീഴ്ചയുടെ കണക്കിൽപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നവരെ സംരക്ഷിക്കുന്ന രീതി പാടില്ലെന്നാണ് വിമർശനം. തുറന്ന ചർച്ചകൾ നേതാക്കൾക്കെതിരെയുള്ള വിചാരണയായി മാറിയെന്നതാണ് പിന്നീടുള്ള അനുഭവം. പിണറായി വിജയനും MV ഗോവിന്ദനും സ്ഥാനമൊഴിയണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.